കഴിഞ്ഞ ദിവസമാണ് ശിവരാത്രിയുടെ ഭാഗമായ ഒരു പരിപാടിക്ക് മോഹൻലാൽ എത്തിയതും അവിടെ നിന്നുള്ള മോഹൻലാലിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റവും കൂടുതൽ വൈറലാക്കി മാറ്റിയതും. അത്രയ്ക്ക് ഗംഭീര ലുക്കിലും ട്രഡീഷണൽ ഡ്രസ്സിലും മോഹൻലാൽ എത്തുമ്പോൾ പിന്നെ എങ്ങനെ വൈറലാകാതിരിക്കും? ഈ ഒരു രീതിയിൽ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന നിരവധി പ്രേക്ഷകരുണ്ട്. അപ്പോഴാണ് അവിടെ നിന്നും തനിക്കുണ്ടായ സന്തോഷകരമായ ഒരു നിമിഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമ ടെലിവിഷൻ താരമായ ഗായത്രി അരുൺ എത്തിയത്. പരസ്പരം സീരിയലിലെ ദീപ്തി IPS എന്ന കഥാപാത്രത്തിലൂടെയാണ് ഗായത്രി അരുൺ പ്രേക്ഷകർക്ക് പരിചിതയായത്. പിന്നീട് സിനിമകളിലും താരം കഴിവ് തെളിയിച്ചു. ഗായത്രിയുടെ രണ്ടാമത്തെ പുസ്തകമായ യാത്രയ്ക്കപ്പുറം അടുത്തിടെയാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. മോഹൻലാലിന് തന്റെ പുതിയ പുസ്തകം നൽകാൻ സാധിച്ചതിന്റെ സന്തോഷമാണ് ഗായത്രി ഏറ്റവും ഒടുവിൽ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. ശിവരാത്രി ദിനത്തിൽ തനിക്ക് ലഭിച്ച അനുഗ്രഹമാണ് ഇതെന്നും ഗായത്രി കുറിക്കുന്നുണ്ട്. അച്ഛനെക്കുറിച്ചുള്ള അച്ചപ്പം കഥകൾ എന്ന എന്റെ ആദ്യ പുസ്തകം അച്ഛൻ ഏറ്റവും ആരാധിക്കുന്ന ആളുടെ കയ്യിലൂടെ തന്നെ പ്രകാശനം ചെയ്യപ്പെട്ടത് വലിയൊരു ഭാഗ്യമായി കാണുന്ന എനിക്ക് ഇന്നലെ വീണ്ടും ലഭിച്ച അത്തരമൊരു ഭാഗ്യം. ഹൃദംബര ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിയ ശിവരാത്രി പ്രോഗ്രാമായ വേവ്സ് ഓഫ് ബ്ലിസ് എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ലാലേട്ടന് എന്റെ പുതിയ പുസ്തകം യാത്രയ്ക്കപ്പുറം നൽകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പരിപാടിയുടെ സംഘാടകരിൽ ഒരാളായ എനിക്ക് ആ തിരക്കിനിടയിൽ സാധിക്കുമോ എന്ന് സംശയിച്ചു എങ്കിലും അവിടെ തന്നെ ഒരുക്കിയ DC ബുക്സിന്റെ സ്റ്റാളിൽ നിന്നും ഒരെണ്ണം വാങ്ങി കയ്യിൽ വെച്ചു. പക്ഷേ വരുന്നത് ലാലേട്ടനല്ലേ? ചുറ്റിലും ആളുകളും ബഹളവും. തിരക്കൊക്കെ കഴിഞ്ഞ് സദസ്സിൽ ഇരുന്ന സമയം ഞാൻ പുതിയ പുസ്തകം കയ്യിൽ കൊടുത്തു. ചിരിയോടെ വായിക്കാമെന്ന് പറഞ്ഞ് കയ്യിൽ വാങ്ങി വെച്ചു. പക്ഷേ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല. അതൊരു ചെറിയ നിരാശ ഉണ്ടാക്കി. സാരമില്ല, ആ കൈകളിൽ കൊടുക്കാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ഇറങ്ങാറായി. യാത്രയാക്കാൻ ഒപ്പം ചെന്നപ്പോൾ ദാ കയ്യിൽ പുസ്തകം ഇരിക്കുന്നു. കൂടെ ക്യാമറയുമായി വന്ന സുമിൻ വേഗത്തിലൊരു പടം ക്ലിക്ക് ചെയ്തു. അങ്ങനെ ശിവരാത്രി ദിനത്തിൽ ആഗ്രഹിച്ച പോലെ എനിക്ക് ആ ഫോട്ടോയും ലഭിച്ചു. ആ അദൃശ്യ ശക്തിയുടെ അപാര കരുണവും അനുഗ്രഹവും പല രീതിയിൽ അനുഭവിച്ച പുണ്യദിനത്തിൽ ഇതും അതിലൊന്നായി ചേർക്കപ്പെട്ടു. ഗായത്രി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ച വാക്കുകൾ ഇതായിരുന്നു. മോഹൻലാൽ ഭാഗമാകുന്ന കണ്ണപ്പ എന്ന തെലുങ്ക് ചിത്രത്തിന്റെ രണ്ടാം ടീസർ റിലീസ് ചെയ്തിരിക്കുകയാണ്. ആക്ഷനുകളാൽ സമ്പന്നമായ ടീസറിൽ തിളങ്ങിയത് മോഹൻലാലും പ്രഭാസും അക്ഷയ് കുമാറും ആണെന്ന് പറയാം. ചിത്രത്തിൽ പാർവതിയായി കാജൽ അഗർവാളാണ് വേഷമിട്ടിരിക്കുന്നത്. പ്രഖ്യാപനം മുതൽ മലയാളികൾക്കിടയിലും ശ്രദ്ധ നേടിയ കണ്ണപ്പയിൽ വിഷ്ണു മഞ്ജുവാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. നമുക്കറിയാവുന്ന ഒരു പുരാണ കഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ പടം ഒരുങ്ങുന്നത്. ഭക്ത കണ്ണപ്പയുടെ പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ സിനിമാറ്റിക് രൂപത്തിൽ എത്തുന്നു ഈ സിനിമ. എന്നാൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഈ ചിത്രത്തിൽ എങ്ങനെ വരുമെന്നുള്ളതാണ് മലയാളി ആരാധകർ ചോദിക്കുന്നത്. മോഹൻലാലിന്റെ വ്യത്യസ്തമായൊരു ലുക്കുമുണ്ട്, വ്യത്യസ്തമായൊരു വേഷവുമുണ്ട്. ദൈവികമായ ഒരു കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ മോഹൻലാലിന്റെ ടീസർ 2-ൽ വന്നിരിക്കുന്ന വീഡിയോയിൽ ചെറിയൊരു ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതൽ കാര്യങ്ങൾ മറ്റ് നടന്മാരുടേതായി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മോഹൻലാലിന്റേത് കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള വേഷം തന്നെയെന്ന് വ്യക്തമാണ്. കൂടാതെ മോഹൻലാലിന്റെ ചില ആക്ഷൻ രംഗങ്ങളും ഇതിൽ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന സീൻ കൂടിയാണ് ടീസറിൽ കാണിച്ചിരിക്കുന്നത്. ഒരു വലിയ വാളൊക്കെ എടുത്ത് കാണിക്കുന്നതൊക്കെ ഗംഭീരമായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെ വരുമെന്ന് കണ്ടു തന്നെ അറിയാം. മുകേഷ് കുമാർ സിംഗ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കണ്ണപ്പയുടെ ആദ്യ ടീസർ അടുത്തിടെ പുറത്തുവിട്ടിരുന്നു. ഇത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. 100 കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് കണ്ണപ്പ ഒരുക്കിയിരിക്കുന്നത്. കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം 1976-ൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഒരുങ്ങുന്നത്. ഹോളിവുഡ് ഛായാഗ്രഹൻ ഷെൽഡൻ ചാവു ആണ് കണ്ണപ്പയ്ക്ക് ക്യാമറ ചലിപ്പിക്കുന്നത്. കേച്ചയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ. മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിൽ 24 ഫ്രെയിംസ് ഫാക്ടറി, AVA എന്റർടൈൻമെന്റ്സ് എന്നീ ബാനറുകളിലാണ് നിർമ്മാണം. മുകേഷ് കുമാർ സിംഗ്, വിഷ്ണു മഞ്ജു, മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം. മണി ശർമ്മയും മലയാളത്തിന്റെ സ്റ്റീഫൻ ദേവസിയുമാണ് സംഗീത സംവിധാനം. അതേസമയം എമ്പുരാനാണ് മോഹൻലാലിന്റെ റിലീസിനൊരുങ്ങുന്ന ചിത്രം. മാർച്ച് 27 റിലീസ് ചെയ്യുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് പൃഥ്വിരാജാണ്.